നമ്മുടെ ജസ്ന താത്തയുടെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രതികരിക്കൂ എന്നാണ്. പറഞ്ഞ് നാക്ക് അങ്ങോട്ട് താഴത്തോട്ട് വെച്ചില്ല. അതിന് മുമ്പേ അടുത്ത ആവശ്യം പറയേണ്ട ആവശ്യം വന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് പ്രതികരിക്കാം. അതല്ലേ അതിൻ്റെ ഒരു ശരി? അതെ, എൻ്റെ ലൈഫിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്താന്ന് ചോദിച്ചാൽ അത് ഗവർണർ പൊന്നാട അണിയിച്ചതാന്ന് പറഞ്ഞ നമ്മുടെ ലസിത പാലക്കൽ അമ്മായിനെ പറ്റി ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. കേട്ടപ്പോ ശരിയാ വന്നത്. ന്യൂസ് ഒന്ന് കേൾക്കുക, എന്നിട്ട് ബാക്കിയുള്ള വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. ഗവർണർ പൊന്നാടെ അണിയിച്ചാണ് സ്വീകരിച്ചത്. ലസിത പാലക്കൽ, ഷാബു പ്രസാദ്, അർജുൻ മാധവ് അടക്കമുള്ളവരെയാണ് ഗവർണർ ആദരിച്ചത്. വിദേശ പ്രചാരണത്തിന്റെ പേരിൽ ആരോപണങ്ങൾ നേരിടുന്നവരും കൂട്ടത്തിലുണ്ട്. ഗവർണറെ കാണാൻ സമയം ചോദിച്ചപ്പോൾ അനുമതി നൽകിയതാണെന്നാണ് ലോക്ഭവന്റെ വിശദീകരണം. റഹീസ് റഷീദാണ് ചെയ്തത്. വിശദാംശങ്ങളുമായി റഹീസ്, ഇത്തരത്തിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ആളുകൾക്ക് സമയം അനുവദിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അവരെ ആദരിക്കേണ്ടുന്ന സാഹചര്യം എന്തായിരുന്നു? മാത്രമല്ല, സൈബർ പ്രചാരണം നടത്തുന്നവർക്കാണ് ഇത്തരത്തിൽ സർക്കാർ ചെലവിൽ ഒരു ആദരം ഒരുക്കിയത്. വിവിധ സംഘപരിവാറിന് വേണ്ടി സൈബർ സ്പേസിൽ ഇടപെടുന്ന 9 പേർക്കാണ് ലോക്ഡൌണിൽ ഗവർണറുടെ വക ആദരം കഴിഞ്ഞ ദിവസം കൊടുത്തത്. അതിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ മാത്രമല്ല, വർഗീയമായ ഇടപെടലും സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലും മറ്റും യൂട്യൂബിലും ഒക്കെ നടത്തുന്ന ആളുകളും ഗവർണറുടെ ആദരം ഏറ്റുവാങ്ങിയതിലുണ്ട്. 5 ദിവസം മുമ്പായിരുന്നു ലോക്ഡൌണിൽ ചടങ്ങ് നടന്നത്. 9 സംഘപരിവാർ അനുകൂലികളായ ആളുകളാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത്. ലസിത പാലക്കൽ, ശ്രീല പിള്ള, ഒപ്പം മഹേന്ദ്രകുമാർ, അർജുൻ മാധവ്, ഫസൽ കാരാട്ട് എന്നൊക്കെ പേരുകളുള്ള സജീവമായി ബിജെപിക്ക് വേണ്ടി സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടി ഇടപെടുന്ന ആളുകളാണ്. അവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുക മാത്രമല്ല ഉണ്ടായിരുന്നത്, പകരം ഓരോ ആളുകളെയും 9 പേരെയും പ്രത്യേകം പൊന്നാട അണിയിച്ച് രാജേന്ദ്ര വിശ്വനാഥ് ആദരിക്കുന്നതും നമുക്ക് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം. ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ലോക്ഡൌണിന്റെ വിശദീകരണം ഇവർ സമയം ചോദിച്ചിരുന്നു. ആ സമയം ഗവർണർ നൽകുകയായിരുന്നു ചെയ്തത്. അതനുസരിച്ച് അവർ പരിപാടിയിൽ എത്തിയിരുന്നു എന്നതാണ്. സാധാരണഗതിയിൽ ഗവർണറെ കാണാൻ അനുമതി ചോദിച്ചാൽ നാട്ടിലെ ആളുകൾക്ക് ലോക്ഡൌൺ അനുമതി നൽകാറുണ്ട്. പക്ഷേ അവരുമായി കൂടിക്കാഴ്ച നടത്തി പിരിഞ്ഞു പോവുകയാണ് ചെയ്യുക. അതിവിശിഷ്ടരായ ആളുകളാണെങ്കിൽ മാത്രമാണ് ഗവർണർ പൊന്നാട അണിയിച്ച് ലോക്ഡൌണിൽ വെച്ചൊക്കെ ആദരവ് നൽകുക. അപ്പോൾ ഗവർണറുടെ അനുമതി സമയം ചോദിച്ചിട്ട് സമയം കൊടുത്തതാണ് എന്ന് പറയുന്നതിൽ നമ്മൾ അംഗീകരിക്കാമെങ്കിലും ഇങ്ങനെ ഇവിടെ സൈബർ ഇടങ്ങളിൽ ബിജെപിക്കും സംഘപരിവാറിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമായവർക്ക് എന്തിന് കേരളത്തിന്റെ വണ്ടകള പദവിയിൽ ഒന്നാമത് ഇന്ത്യൻ ഗവർണർ പൊന്നാട അണിയിച്ച് ആദരിച്ചത് എന്ന ചോദ്യം ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. അപ്പൊ കണ്ടല്ലോ, കേട്ടല്ലോ, കാണിച്ച് തന്നില്ല, കേട്ടല്ലോ നിങ്ങള്. അപ്പേ ഇതെന്താ സംഭവം എന്നറിയോ? ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. അതായത് എല്ലാരും ഈ ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എന്താ പറയാ, കാക്കക്കുണ്ടാവില്ലേ കൃമികടി, അതേപോലെ നമ്മുടെ അമ്മായിക്കും ഒരു കൃമി അങ്ങോട്ട് കടിച്ച്, അമ്മായിക്ക് മാത്രമല്ല കേട്ടോ, പുള്ളച്ചേച്ചിക്കും. പുള്ളച്ചേച്ചി മറ്റുള്ളവരാ ഇങ്ങനെ കഴുത്തടുത്ത് ജീവിക്കല്ലേ. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രീയം പറയുന്ന ഒരു ഗവർണർ നമുക്കുണ്ടാവുന്നത്. ഗവർണർ സംഖ്യയാണെന്ന് അറിയാത്തതല്ലോ. ഗവർണർ പക്ക സംഖ്യ തന്നെയാണ്. അതറിയാത്ത ഒരാൾ ജസ്നയായിരുന്നു. അപ്പോൾ എന്തായാലും ജസ്നയ്ക്ക് അങ്ങോട്ട് കുരു പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്നയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. പറ ജസ്ന. ഇതെന്താ സംഭവം എന്നറിയോ? പറയാം. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ആയിക്കോട്ടെ. അതായത് എല്ലാരും ഈ ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി, അത് മനസ്സിലായി. എല്ലാവരും താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ്. നമ്മുടെ ജസ്നമ്മായി താഴത്തെ നിലയിൽ നിന്നൊക്കെ അമ്മായി ഉന്നതങ്ങളിലെത്തി. പക്ഷെ അമ്മായി തന്നെ ഉന്നതങ്ങളിൽ നിന്ന് മൂക്കും കുത്തിയിട്ട് ഈ മറ്റേ റോക്കറ്റ് പോലെ താഴത്തോട്ട് പതിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വിഷമം അമ്മായിക്ക് ഇല്ലാതില്ല. ഇപ്പോൾ ഒന്നിനും പോകാൻ പറ്റാതെ അമ്മായി ചൊറിയും കുത്തി വീട്ടിലിരുന്നിട്ട് ഈ കുറ്റം പറച്ചിലാണ്. പണ്ടത്തെ പോലെ ബഹളങ്ങളില്ല, പാർട്ടിക്കാരില്ല, ഓട്ടമില്ല, അത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് മാറി മാറി യാത്ര ചെയ്യേണ്ടതില്ല.
എന്നും പരിപാടികളില്ല. അപ്പം അമ്മായിക്ക് പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പം സ്വസ്ഥമായിട്ടുള്ള ജീവിതമാണ്. അതിൻ്റെ ആ ഫ്രസ്ട്രേഷനൊക്കെ അമ്മായിക്ക് ഉണ്ട്. അതിൻ്റെ ഒരു കുരുപൊട്ടിയതാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉന്നതങ്ങളിൽ നിന്ന് മൂക്കും കുത്തി വീണ ഒരു അമ്മച്ചി, ആ അമ്മച്ചീനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ജസ്ന അമ്മച്ചി. ഉന്നതങ്ങളിലേക്കൊക്കെ എത്താൻ കുരുട്ടുബുദ്ധി കൊണ്ട് സാധിച്ചു എങ്കിലും അവിടെ നിന്നൊക്കെ മൂക്കും കുത്തി താഴ്ത്തോട്ട് പതിച്ചിട്ട് ഇപ്പം ആർക്കും വേണ്ടാതെ ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്ന ഒരു സാധനം അത്രയേ ഉള്ളൂ. ഈ എന്താ പറയാ, പറഞ്ഞോ കാക്കക്കുണ്ടാവൂലേ കൃമികടി. അപ്പൊ അമ്മായി ഒരു കാക്കയായിരുന്നു. ഈ കൃമികടി അമ്മായി പണ്ട് പയറ്റി നോക്കിയതാണ്. ഇപ്പൊ ചിലര് പയറ്റുന്നു. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ട് അമ്മച്ചി. വഴി മാറുക മുണ്ടക്കൽ ശേഖര എന്ന് മാത്രമേ പറയാനുള്ളൂ. അതേപോലെ നമ്മുടെ അമ്മായിക്കും ഒരു കൃമി അങ്ങോട്ട് കടിച്ച്, അമ്മായിക്ക് മാത്രല്ല കേട്ടോ, പുള്ള ചേച്ചിക്കും. അപ്പം അമ്മായിക്കും ലളിതമ്മായിക്കും പുള്ളച്ചേച്ചിക്കും കൃമി കടിച്ചു എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇല്ലയുടെ ആശകൾ. അവർ സംഘപരിവാറിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, സംഘികളാണ്, BJPക്കാരാണ്. പുറത്തുനിന്ന് സംഘികളെ പറ്റിച്ചിട്ട് ഒരുത്തി നുഴഞ്ഞു കയറിയിട്ട് ഇത്തരം കാണിച്ചപ്പോൾ അവർക്കും ചിലത് കാണിക്കിട്ടെന്നേ. അമ്മച്ചി ഇങ്ങനെ കിടന്നിട്ട് കുരു പൊട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. എന്തായാലും സ്വന്തം പാർട്ടിക്കാർ തന്നെയല്ലേ. നിന്നെ പോലെ വേറൊരു പാർട്ടിയിൽ നിന്ന് വന്നിട്ട് ഞാൻ സംഖ്യയുടെ കൂടെയാണെന്നും പറഞ്ഞിട്ട് പറ്റിക്കലൊന്നുമല്ലല്ലോ ചെയ്തത്. അവരുടെ പാർട്ടിയിൽ നിന്ന് ഗവർണർ സംഖ്യയാണ്. അപ്പം സംഖ്യകളെ ആദരിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മായി ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കൃമി അങ്ങോട്ട് കടിച്ച് അമ്മായിക്ക് മാത്രല്ല കേട്ടോ, പുള്ള ചേച്ചി മറ്റുള്ളവരാ ഇങ്ങനെ കഴുത്താർത്ത് ജീവിക്കല്ലേ. അപ്പൊ പുള്ള ചേച്ചി അപ്പം ഈ ജസ്ന ചെയ്തത് വെച്ച് നോക്കുമ്പോൾ പുള്ള ചെയ്തത് എന്തെങ്കിലും ആണോ? എനിക്കത് അറിയാൻ മേല. ജസ്ന എന്താ കാണിച്ചുകൊണ്ട് നടന്നത്? ഇപ്പം വേലയും പണിയും കൂലിയൊന്നും ഇല്ലാണ്ട് ചൊറിയും കുത്തി വീട്ടിലിരുന്നിട്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്ന് നോക്കി നടക്കലാണ് ഇപ്പം നമ്മുടെ അമ്മായിയുടെ പണി. നമ്മളെ പാലക്കൽ അമ്മായിക്കും ഒരേ ആസ, ഗവർണറിന്റെ കയ്യിൽ നിന്ന് ഒരു പണ്ട് സുരേഷ് ഗോപിനെ കൈ കിട്ടിയപ്പോൾ സുരേഷ് ഗോപിനെ വെച്ചിട്ട് നമുക്കും ഒരാസ വന്നില്ലേ, പ്രധാനമന്ത്രിക്കൊരു ഫോട്ടോ കൊടുക്കണമെന്ന്. അത് മുസ്ലിം പെൺകുട്ടി വരച്ച ഫോട്ടോ. അതുപോലെ ആസകളല്ലേ, പെണ്ണുങ്ങളല്ലേ, പലതും വന്നിരിക്കും. അതൊക്കെ അങ്ങ് കണ്ണടച്ച് വിട്ടുകള എൻ്റെ അമ്മായി. നിങ്ങളിങ്ങനെ കുരുപൊട്ടിയാലോ എണീപ്പിക്കണം എന്നുള്ളത്. അപ്പൊ ഈ ഗവർണർ അടുത്ത് ഈ പെർമിഷൻ ചോദിച്ച സമയത്ത് ഗവർണർ ഒരു സമയം കൊടുത്തു. അപ്പൊ സമയം കൊടുത്ത സമയത്ത് ഇവരെന്ത് ചെയ്തെന്നറിയോ? ഈ 2 പേരും ഓരോ പൊന്നാട സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് എന്നാലെന്താ, സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിയായാലും ഗവർണർ പൊന്നാട അണിയിച്ചില്ലേ? പൊന്നാട മേടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ എത്തിയിട്ട് ഗവർണറുടെ കാലിൽ വീണിട്ട് എന്നെ ഇതിട്ട് തന്നാലേ ഞാനിത് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലേലുവല്ലോ അയച്ചു വിടുകയെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്നമ്മായിക്ക് ഭയങ്കര വിഷമാണ്. കാരണം പൊന്നാട അണിയിച്ചത് അമ്മായിക്ക് എന്തോ ഇഷ്ടമായിട്ടില്ല ഗൈസ്. കാരണം കരച്ചിലാണ് വരുന്നത്. എനിക്കിത് കാണുമ്പോൾ ജസ്ന ഉള്ളിൽ കരയാണ്. കാരണം ഗവർണറുടെ അടുത്ത് എത്തി പുള്ളച്ചേച്ചിയും പാലക്കലമ്മായും കൂടി പൊന്നാട അണിയിക്കുന്ന ഫോട്ടോ വെളിയിൽ വന്നല്ലോ. അതിൻ്റെ ഒരു സങ്കടം വിങ്ങി മുട്ടിയിട്ട് ഉള്ളിൽ കരയാതെ കരയുന്ന ഒരവസ്ഥയാണ് എനിക്ക് ഈ ഫേസിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ പുള്ളിക്കാരി താടിക്കും കൈ കൊടുത്തിരുന്നത്. കാരണം ഈ പശു അപ്പിടാൻ പോകുന്ന ആ മോന്ത പോലെ, കാഷ്ടിച്ച് നിൽക്കുന്ന മോന്ത പോലെ വിഷമിച്ചിട്ടാണ് ഗൈസ്. പിള്ളയും പാലക്കലമ്മായും കൂടിയും മേടിച്ചിട്ട് അവരുടെ കാല് പിടിച്ചിട്ട് ഒന്ന് പ്ലീസ് പുറത്ത് എന്തെങ്കിലും ഒന്ന് വിടണ്ടേ, എന്നെ ആരെങ്കിലും ഒരാൾ ആദരിച്ച് എന്ന് പറയണ്ടേ, അതിനാണ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിച്ച സംഭവമാണ്. പാവം ജസ്ന. എനിക്ക് ജസ്നയോട് ഭയങ്കര സിമ്പതി തോന്നുന്നു. കാര്യം എന്താണെന്നറിയോ, ജസ്നയ്ക്ക് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ലല്ലോ. ആ നടക്കാത്ത സമയത്താണ് നമ്മുടെ എനിമികൾ ഗവർണറുടെ അടുത്തെത്തുന്നത്. ജസ്നയ്ക്ക് എത്താൻ സാധിക്കേണ്ട സ്ഥലമൊക്കെ ആയിരുന്നു. പക്ഷെ ജസ്നയ്ക്ക് ഇപ്പം എന്താ പറയുക,
വീട്ടിലിരുന്നിട്ട് ടെന്നിപ്പറക്കലാണ്. പണ്ടത്തെ പോലെ സംഖ്യകളൊന്നിനും കൂട്ടുന്നില്ല ഗായ്സ്. എന്നിട്ട് എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെന്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ എൻ്റെ നീ ഇട്ടിട്ടില്ലേ സംഖ്യകളെ പറ്റിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ അടുത്തെത്തിയിട്ട് ലൈഫിൽ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്ത മൊമെൻ്റ് എന്നും പറഞ്ഞ് നീ ഇട്ടിട്ടില്ലേ? അപ്പോൾ പിന്നെ എന്താടി ഇവർക്ക് ഇട്ടാ? എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നുള്ളൂ കേട്ടോ. എന്താ ഇവർക്ക് ഇട്ടാ? നിന്നെ പോലെ തന്നെ ഇവരും സ്ത്രീകളല്ലേ. നീയൊക്കെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇവിടെ കാണിച്ചു കൂട്ടി നടന്നത് ആലോചിക്കുമ്പോൾ ഇവരൊരു പൊന്നാടയല്ല അണിയിച്ചോളൂ. അങ്ങനെ അങ്ങ് സമാധാനിക്കുക. അമ്മായി കരയാതമ്മായി. ഏറ്റവും നല്ല മൊമെന്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ എൻ്റെ അമ്മായിയെ, എൻ്റെ പാലക്കല അമ്മായിയെ, എൻ്റെ പുള്ള ചേച്ചിയെ, ഇതൊക്കെ വെളിച്ചത്ത് വരുമെന്നുള്ളത് നിങ്ങൾ ഉറങ്ങുന്ന ഉറക്കത്തെ പോലും വിചാരിച്ചിട്ടില്ല. എലക്ഷന് നിന്ന് തോക്കാൻ വേണ്ടിയാണ് ഇലക്ഷന് നിന്നത് എന്ന് പറഞ്ഞ് തോക്കുമെന്നറിയാമായിരുന്നു എന്ന് പറഞ്ഞ ലിസ്ദയ്ക്ക് ഇതെന്ത് ഒന്നുമല്ല, പുല്ലാണ്, പൂടി പുല്ലേന്ന് മാത്രമേ പറയുള്ളൂ. അതിന് ജസ്ന നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ജസ്ന എന്തായാലും എനിക്കൊരു സങ്കടമുണ്ട് കേട്ടോ ജസ്നയ്ക്ക്, ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് കിട്ടേണ്ട സാധനങ്ങളാണ് ഈ പാലക്കിലമ്മായിയൊക്കെ നടന്ന് മുടക്കുന്നതും ഇവരൊക്കെ ഇപ്പം ഗവർണർക്കുടെ അടുത്ത് പോയി ഫോട്ടോ ഇടുന്നതും. ജസ്നയ്ക്ക് നല്ല സങ്കടമുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ തിങ്ങി മുട്ടിയിട്ട് കരയാൻ പറ്റൂലല്ലോ. പൊട്ടിക്കരയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ പുറത്തേക്ക് വരുന്നത്. അടുത്ത വരി അറിയാവുന്നവര് പാടുക, പാടണ്ട നീ. അപ്പൊ എന്തായാലും എന്തൊക്കെയായിരുന്നു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു കണ്ണൻ്റെ ഫോട്ടോ വരച്ചിട്ട് എന്തൊക്കെയായിരുന്നു, ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു. അമ്പും വില്ലും, മലപ്പുറം കത്തി, ഒലക്കയുടെ മൂട്, തേങ്ങാക്കൊല, എന്തൊക്കെയായിരുന്നു. പാവം ഇപ്പോൾ ഒരു നേതാക്കന്മാരെയും കാണാൻ പറ്റാണ്ട് വീട്ടിലിരുന്ന് മെഴുകുതിരി ഉരുകുന്ന പോലെ. ഇതാണ് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ഉണ്ട്. ഗവർണർ പൊന്നാട അണിയിച്ചതിൽ ഇവിടെ കേരളത്തിലെ ആളുകൾക്ക് ഒരു അത്ഭുതവും ഇല്ല. ജസ്നമ്മായി ആകെ അത്ഭുതപ്പെടുന്ന ഒരാൾ ജസ്നമ്മായി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗവർണർ ഒരു പക്ക സംഖ്യയാണ്. നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗവർണർ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ കൂടി ഉണ്ടായത് ഈ ഗവർണറുടെ കാലത്താണ് കേട്ടോ. അങ്ങനെ ഗവർണർക്കും രാഷ്ട്രീയമുണ്ട് എന്ന് ഗവർണർ തെളിയിച്ചു. അപ്പോൾ ഗവർണർ പക്ക സംഖ്യയാണ്. അതിന് അമ്മായി ഇങ്ങനെ കരയണോ? നമ്മുടെ സൈക്കിൾ ഇത് ഉണ്ടല്ലോ ചന്ദനത്തിരി, അതിന്റെ പരസ്യം കണ്ടിട്ടില്ലായിരുന്നോ? ഇല്ലെങ്കിൽ ആര് തേങ്ങയിൽ വെള്ളം നിറയ്ക്കും? അതേപോലെ അപ്പൊ എത്രയൊക്കെ നിങ്ങള് എന്തൊക്കെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും എവിടെയൊക്കെ ഇടം നേടാൻ ശ്രമിച്ചാലും ഈശ്വരൻ എന്ന് പറയുന്നൊരു പവറുണ്ട്. ആ പവറാണ് നമ്മുടെ ജസ്നേനെ ഇപ്പൊ വീട്ടിലിരുത്തിയിരിക്കുന്നത്. അത് ഏത് മതത്തിൻ്റെതായിക്കോട്ടെ, ഏത് നുണകളും കെണികളും ഒപ്പിച്ചിട്ട് മറ്റുള്ള പാർട്ടിന്ന് വേറൊരു പാർട്ടിക്കാർക്കിടെ ഇടയിലേക്ക് സംഖ്യയാണെന്ന് വരുത്തി തീർത്ത് നുഴഞ്ഞു കയറിയിട്ട് അവരുടെ നേതാക്കളെ ഉപയോഗിച്ചിട്ട് ഇവളുടെ ബിസിനസ് കൊഴിപ്പിച്ച ആളല്ലേ ഇവള്. അപ്പം എന്താ, ഈശ്വരനുണ്ട്. അല്ലെങ്കിൽ ആര് തേങ്ങയിൽ വെള്ളം നിറയ്ക്കുമായിരുന്നു? അതാണ്. ഇപ്പം തേങ്ങ ഇരുന്നിട്ട് ഇപ്പോൾ കൊട്ടടക്കായി കാണും. ഇല്ലെങ്കിൽ ആര് തേങ്ങയിൽ വെള്ളം നിറയ്ക്കുമായിരുന്നു? ഏതില്ല നന്നായിക്കോട്ടെ, ആ പവർ ഉണ്ടാക്കുന്നറിയോ, എല്ലാം കണ്ടും കേട്ട് നിൽക്കൂല. എന്നെ ഗുരുവായൂരമ്പല നടയിൽ വെച്ച് അപമാനിച്ചിട്ട് ഈ സെയിം പവറിൻ്റെ കാര്യമാണ് അവൾ പറഞ്ഞത്. ഇന്ന് ഈ തേങ്ങ ഇരുന്ന് വീട്ടിലിരുന്ന് ഉണങ്ങി കൊട്ടടക്കിയായി സുഹൃത്തുക്കളെ. ആ പവറിൻ്റെ ഒരു കളി. ആ പവർ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നില്ല അവർക്കൊക്കെ ഈ വാർത്ത ഒരു പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തോക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് മത്സരിക്കാൻ ധൈര്യം കാണിച്ച ഒരാൾക്ക് ഇതൊക്കെ എന്ത്, അത്ര എനിക്ക് തോന്നുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇങ്ങനൊരു സംഭവം വരുമെന്നുള്ളത്. അതുകൊണ്ടായിരിക്കും വലിയ പബ്ലിസിറ്റി അമ്മായി. കാരണം അമ്മായി തന്നെ വാങ്ങിയ പൊന്നാട അമ്മായിക്ക് എന്നെ ഡീപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവർണറുടെ കാല് പിടിച്ച് കരഞ്ഞതാണെന്നുള്ള സത്യാവസ്ഥ പുറത്തു വന്നാൽ നാണക്കേട് ആർക്കാ? അമ്മായിക്കല്ലാണ്ട് വേറെ ആർക്ക്? അല്ല എൻ്റെ പുള്ള ചേച്ചിയെ, നിങ്ങളിങ്ങനെ ലോക്കൽ പരിപാടിക്കൊന്നും പോവലില്ലല്ലോ.
ഈ ലോക്കൽ പരിപാടി എന്ന് പറഞ്ഞാൽ ഗവർണറെ കാണൽ ലോക്കൽ പരിപാടി അല്ല കേട്ടോ. സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഗവർണറെ കാണൽ ലോക്കൽ പരിപാടിയല്ല എന്ന് നമ്മുടെ ജസ്നമായി സമ്മതിക്കുന്നുണ്ട്. പാലക്കലിനും പുള്ളച്ചേച്ചിക്കും ഗവർണറെ കാണാൻ സാധിച്ചു. അതിലാണ് നമ്മുടെ ജസ്നമ്മയുടെ വിഷമം മുഴുവൻ കിടക്കുന്നത്. സ്വന്തമായിട്ട് പൊന്നാട മേടിച്ചിട്ട് സ്വന്തമായിട്ട് ഇട്ട് തരണം പറഞ്ഞ് ലേലു വല്ലു പറയുന്ന ആളല്ലായിരുന്നല്ലോ. അവള് കുറച്ച് നീയാം തണലിനു താഴെ നിൽക്കുന്ന ആൾക്കാരല്ല. താഴെ അല്ലടി, താഴെ. നീയാം തണലിനു താഴെ, താഴെയല്ല താഴെ. നാക്കൊടിക്കണം അടി ജസ്നെ, നാക്കൊടിക്കണം. താഴെ എന്ന് പറഞ്ഞ് താഴെ 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 എന്നല്ല, താഴെ നിനക്ക് താഴെ 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 എന്നല്ല, താഴെ താഴെ. നീ മുകളിലോട്ട് പോയിട്ട് നീ താഴേക്ക് വന്നില്ലേ, ആ താഴെ, താഴെയല്ല താഴെ. ആൾക്കാരല്ലായിരുന്നോ അങ്ങനെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത്? ജസ്റ്റിൻ പോയതിന് ശേഷം ചേച്ചിക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ട് തോന്നുന്നു, പുള്ള ചേച്ചിക്ക് കേട്ടോ. ഡോക്ടർ സർട്ടിഫൈ ചെയ്ത ആളാണ് ഈ പറയുന്നത് മാനസിക രോഗം പുള്ള ചേച്ചിക്കാണെന്ന്. എന്തായാലും എൻ്റെ അറിവിൽ ശ്രീലാപിള്ളയ്ക്ക് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ അമ്മായിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കടലാസ് നമ്മൾ കണ്ടതാണ്. അപ്പം അറിയാമല്ലോ ആർക്കാണ് അസുഖം എന്ന്. പാവം ഡിപ്രഷൻ അടിച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തെന്ന് വെച്ചിട്ട് അലക്കുന്നത്. നമ്മൾ മാനസിക രോഗികളെ കളിയാക്കാൻ പാടില്ല, അതുകൊണ്ടല്ലേ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പ്രിയെ, നീ മാനസിക രോഗീനെ നീ കളിയാക്കരുത്, കേട്ടല്ലോ. ഡോക്ടർ സർട്ടിഫൈ ചെയ്ത ആളാണിത്. എസ്പെഷ്യലി മറ്റുള്ളവരങ്ങനെ ആയിട്ടില്ല. ചെറിയ മെൻ്റൽ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. പക്ഷേ ഇത് പ്രത്യേകം 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 ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് വിട്ട കേസാണ്. അപ്പം പാവം വിട്ടേക്കല്ലേ പ്രിയ, നീ ഇനി മേലാൽ. ഞാൻ ഈ പുള്ള ചേച്ചിനെ കളിയാക്കാത്തത്, ഞാനും. മാനസിക രോഗം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ഒരവസ്ഥയാണ്. അപ്പം പറയുന്നത് ആരാണെന്ന് നിങ്ങൾ ശരിക്ക് കണ്ടോ? അതൊരവസ്ഥയാണ്, ഒരു രോഗമല്ല. കളിയാക്കരുത്, കേട്ടല്ലോ. അപ്പം പാവം ഇവളെ കളിയാക്കുന്നില്ല ഞാൻ. അപ്പോൾ ചേച്ചിക്ക് ജസ്റ്റിൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു മെൻ്റലി വന്നിട്ടാണ് വേറൊരുത്തിനെ കുറ്റം പറയുന്നത്. മെൻ്റലി ഭയങ്കര ഡിപ്രഷനാണ്, അതുകൊണ്ടല്ലേ. ഡിപ്രഷൻ അടിച്ചടിച്ചടിച്ച് വല്ലാത്ത അവസ്ഥയിലായിട്ടുള്ള, ഇപ്പോഴും വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്ന ആളാണ് മറ്റൊരുത്തിനെ കുറ്റം പറയുന്നത്. വല്ലാത്ത ചത്തി. ഈ വയ്യ പോകുന്നവരെയൊക്കെ പൂരത്തെറി വിളിക്കല്. ഒരിടയ്ക്കുണ്ടായിരുന്നല്ലോ നമ്മുടെ ജസ്നമ്മായിക്ക് കമൻ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും വയ്യക്കൂടെ പോണവനെ ഒക്കെ നമ്മുടെ കരനെട്ടിനെയും കൂട്ടിയിട്ട് പൂരത്തെറി വിളിക്കൽ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നിർത്തിയോ അമ്മച്ചി? 33 വയസ്സുള്ള എൻ്റെ ജസ്നമ്മച്ചി അത് നിർത്തിയോ? തെറിവിളി കുറഞ്ഞോ മോളെ നീ? എന്നിട്ട് നിയമോപദേശം പഠിച്ച നിയമവിദഗ്ധ എന്നൊക്കെ പറയുന്നത്, നിയമം പഠിക്കാൻ വേണ്ടിയിട്ടേ ആർക്കും പറ്റും. എനിക്ക് വേണേ, നിങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ ഞാൻ 9ാം ക്ലാസ്സുകാരിയാണ്. നാളെ എനിക്ക് നിങ്ങളെക്കാട്ടിലും വലിയ നിലയിലെത്താൻ പറ്റും എന്ന് പറയുന്നത് ആരെയും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പാക്കിയ 9ാം ക്ലാസ്സുകാർ അത്യാവശ്യം അക്ഷരം എഴുതാനും വായിക്കാനും അറിയില്ലേ? അത് മതി. പിന്നെ നമ്മള് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയോ, നീ നിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നീ ഒന്ന് പരിശോധിക്കണം. അതിൽ പല വാക്കുകളും തെറ്റാണ്. എനിക്ക് കാണുമ്പോൾ പല ആവർത്തി പല വട്ടം ചിരി വന്നിട്ടുണ്ട്. ഒന്നെടുത്ത് ജസ്റ്റ് ഒന്ന് നോക്ക്, അപ്പം നിനക്ക് എഴുതാനും വായിക്കാനും അറിയോ ഇല്ലയോ എന്ന്. മലയാളം, ഇംഗ്ലീഷ് അല്ലാട്ടോ പറയുന്നത്, മലയാളം അറ്റ്ലീസ്റ്റ് നീ എഴുതിയിട്ട് തമ്പനെയിലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നീ മലയാളം പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് എഴുതാനും വായിക്കാനും അറിയാമോ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. മോള് തമ്പനയിലൊക്കെ എടുത്തൊന്ന് നോക്കിയാൽ മതി. മോൾ എഴുതിയിടുന്ന പല കാര്യങ്ങളും പൊട്ടത്തെറ്റാണ്. അതും മലയാളത്തിലാണ്, ഇംഗ്ലീഷിലൊന്നല്ല എഴുതുന്നത്. മലയാളത്തിൽ എഴുതുന്ന പല വാക്കുകളും പൊട്ടത്തെറ്റായിട്ട് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം അക്ഷരം എഴുതാനും വായിക്കാനും അറിയില്ലേ? അത് മതി. പിന്നെ നമ്മൾ മിക്ക ആൾക്കാരും പഠിച്ചൊരു ജോലിയൊക്കെ നേടാറുണ്ട്. എനിക്ക് അതും ആവശ്യമില്ല. നിലവിലൊരു ജോലിയുണ്ട്, അതുകൊണ്ട് എനിക്ക്
അപ്പൊ പഠിച്ച് ഒരു ജോലി വേണമെന്നും പറയാനില്ല. പറ്റൂല. വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ട് തന്നെ ജോലി കിട്ടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോഴത്തെ യുഗത്തിൽ നമ്മൾ നമ്മുടെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് ഇതുപോലെ സോഷ്യൽ മീഡിയ കിടന്നിട്ട് പൂണ്ട് വിളയാടി അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടിയാൽ മതി. അല്ലാണ്ട് എനിക്ക് പഠിച്ചിട്ട് ജോലിക്ക് പോകാനൊന്നും കഴിയൂല. ഈ സോഷ്യൽ മീഡിയയും ഒരു വരുമാനം തന്നെയാണ്. അത് കൂടെ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അതാണ് അമ്മയുടെ എനിക്ക് ചിത്രം വരയ്ക്കാനില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നും വരുമാനമുണ്ട്. ഇപ്പോൾ ഉള്ള സത്യാവസ്ഥ മനസ്സിലായല്ലോ. ചിത്രം വരയ്ക്കാനില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ അന്നം കഴിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ അങ്ങനെയൊന്നും പറയണ്ട. എനിക്ക് യൂട്യൂബിൻ്റെ അകത്തുനിന്നും ഫേസ്ബുക്കിൻ്റെ അകത്തുനിന്നും ഒക്കെ വരുമാനം, ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുനിന്നും ഇല്ല കേട്ടോ. അപ്പം എനിക്ക് ഇനി ചിത്രം വരയ്ക്കാനില്ലെങ്കിലും ഞാൻ കഞ്ഞി കുടിക്കും കേട്ടോ. തുറന്ന് പറയുന്നതിന് എന്താ, ഞാൻ പ്രൊമോഷൻ വീഡിയോസ് എടുക്കാറില്ല. കാരണം ചിലത് ഫുഡിൻ്റെതാണ് വരിക, ചിലത് പറഞ്ഞത് പോകണം എന്തെങ്കിലും. പ്രമോഷൻ വീഡിയോക്കാർ എടുക്കാത്തത് കൊണ്ടാണ്, അല്ലാണ്ട് അമ്മായിക്ക് കിട്ടാത്തത് കൊണ്ടല്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ വെറുപ്പിക്കൽ ഞാനങ്ങ് നിർത്തുവാണ്. കാരണം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ബോറായിപ്പോവും. ഇനി നിങ്ങളിതും പറഞ്ഞ് വെറുപ്പിച്ച് ബോറടിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ പോവേണ്.